പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് ഈ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഈ വചനം സ്വാധീനിച്ചത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ലൂക്ക 1:28-29 വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അവിടെ ഗബ്രിയേൽ ദൂതൻ അമ്മയെ അഭിസംബോധന ചെയ്യുകയാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. 29 വചനത്തിൽ നമ്മൾ വായിക്കുക, ഈ വചനം കേട്ട് അവൾ വളരെയേറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. അപ്പോൾ ശ്രദ്ധിച്ച്, ഈ വചനം അമ്മയെ അസ്വസ്ഥപ്പെടുത്തി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് അമ്മ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് വചനപ്രഘോഷണങ്ങൾ നടക്കുന്നുണ്ട്. ധ്യാനകേന്ദ്രങ്ങൾ ഇന്ന് എത്രയാ, കൺവെൻഷൻ പന്തലുകളിൽ നിറഞ്ഞ ആളുകളുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയാസിലൂടെയും ഒത്തിരിയേറെ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നതിന് ഒരു കുറവുണ്ട്. എന്ത്? ഈ വചനം ഇങ്ങനെ പൊതുവെ കേട്ടിരിക്കാനായിട്ടുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വേര് പാകപ്പെടുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കണം. അമ്മ ഈ വചനം കേട്ട് അസ്വസ്ഥയായി. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? വചനത്തെക്കുറിച്ച് അതിന് ആഴത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടോ? വചനത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഒരു കുടുംബ പ്രാർത്ഥനയിലോ നമ്മളൊരു കുടുംബം ഒരുമിച്ചിരിക്കുമ്പോഴോ ഒന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തെക്കുറിച്ച് ചിന്തിക്കണം. വചനം ഹൃദയത്തിൽ വേരുപാകപ്പെടാൻ നമ്മൾ ജീവിതത്തിൽ നിന്ന് വിട്ടുകൊടുക്കണം. അതിനൊരു അഭിഷേകം, അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളിൽ ഒന്ന് ജ്വലിക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കി കരങ്ങളൊന്ന് കൂപ്പി സ്നേഹത്തോടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ വചനം അത് ജീവദായകമാണ്. അവിടുത്തെ വചനം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. ഓ ദൈവമേ, അങ്ങയുടെ വചനത്താൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ അവിടുത്തെ വചനത്താൽ സംഭവിക്കുമല്ലോ. ശൂന്യമായ ഈ ഭൂമിയെ സൃഷ്ടി കൊണ്ട് നിറച്ചത് അവിടുത്തെ വചനമാണല്ലോ. രൂപരഹിതമായ ഭൂമി രൂപം പ്രാപിച്ചത് കർത്താവെ അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകം അവയുടെ മേതെ ചലിച്ചിരുന്നപ്പോഴാണല്ലോ. ഓ ദൈവമേ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളെയും വചനത്താൽ ജ്വലിപ്പിക്കണമേ. വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ശക്തമായി നിറയട്ടെ. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിച്ച വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് നിറയാനുള്ള ദാഹത്തോടെ കർത്താവിൻ്റെ നാമത്തെ ഒന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവദായകമായ അവിടുത്തെ വചനത്താൽ, സൗഖ്യദായകമായ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ കരുണയോടെ സ്പർശിക്കണമേ. വചനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ശക്തി പകരട്ടെ. വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഖ്യം പകരട്ടെ. വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തെ ആത്മാവിൽ നിറയ്ക്കട്ടെ. വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ പൂരിതരാകട്ടെ. ഒരു പുതുജീവിതം, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്ന അനേകം മനസ്സുകൾ തുറക്കപ്പെടട്ടെ. ലൗകിക ബന്ധനത്തിലോ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളുടെ കെട്ടുകളിലോ ആയിരിക്കുന്ന അനേക മനസ്സുകളുടെ കെട്ടുകൾ അഴിയട്ടെ. ലോകമോഹങ്ങളുടെ എല്ലാ കെട്ടുകളിൽ നിന്നും അനേകർ വിമുക്തി പ്രാപിക്കട്ടെ. ആത്മാവേ സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അമ്മ ഈ വചനത്തെ ഇങ്ങനെ ഉള്ളിൽ സ്വീകരിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് ആഴപ്പെട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, ഇതേ കാര്യം തന്നെ മറ്റ് പലയിടങ്ങളിലും പറയുന്നുണ്ട്. ഈശോയെ 12 വയസ്സിൽ കാണാതായി. അതിനുശേഷം ഈശോയെ കണ്ടെത്തുമ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിലായിരിക്കുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈശോ കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ് അമ്മ പറയുക? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മയെ ഇവിടെ കണ്ടെത്തുക. അപ്പോൾ ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറുന്നത്. പ്രഭാഷകരുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 37-ാമത്തെ വചനം ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം സുന്ദരമാണ്. വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: കർത്താവിൻ്റെ നിയമത്തെപ്പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ചകൾ തരുന്നത്. കണ്ടോ,
അപ്പം എന്ത് വേണം? വചനത്തെക്കുറിച്ച് ഉൾക്കാഴ്ച വേണം. ഹല്ലേലൂയ. വചനത്തെക്കുറിച്ച് ഉൾക്കാഴ്ച ഇല്ലെങ്കിൽ വെറുതെ ഈ വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മൾ എത്ര കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അതെവിടെ ഇരിക്കുക? വെറുതെ ഈ സർവേക്കല്ല് കണക്ക് ഈ ഇരിപ്പ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. കുറേ പേർ ഉറങ്ങിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, വചനം ഒരു മാറ്റവും നമ്മുടെ ഉള്ളിൽ വരുത്തുന്നില്ല എന്ന ഒരു ഗതികേട് ഇന്നുണ്ട്. വചനം ഉള്ളിൽ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തെക്കുറിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കണം. ഒരുപക്ഷെ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്നൊക്കെ കർത്താവ് പറയുന്നതിൻ്റെ ഒരു അർത്ഥം നമ്മൾ ഇങ്ങനെ ഉൾക്കൊള്ളണ്ടേ? ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ വേണം. ആ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ 24 കാലബിനെ കുറിച്ച് പറയുന്നൊരു വാക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ്? അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഈ കാനാൻ ദേശം കാണാൻ പോയവർ മുഴുവനും ഈ കാനാൻ ദേശത്തെക്കുറിച്ച് നമ്മൾ വെറുതെ വന്നതാണ്, അവിടെ പ്രവേശിക്കാൻ നമുക്ക് പറ്റത്തില്ല, അവിടെയുള്ള അതികായന്മാരാണ്, അവർ നമ്മളെ കീഴ്പ്പെടുത്തി കളയും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഇസ്രായേൽ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ ഭീതിപ്പെടുത്തുമ്പോൾ കാലബും ജോഷുവായും മാത്രം പറഞ്ഞു, അവിടെയുള്ളവർ എത്രയേറെ ശക്തരായാലും നമ്മൾ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് ശക്തി തരും. നമ്മളെ അതിനെ അനുവദിക്കും. നമ്മൾ ആ കാനാൻ ദേശത്തെ കീഴടക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അവൻ എന്തുണ്ട്? ഉൾക്കാഴ്ചയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്ന് ഈ വചനത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിൽ ആഴപ്പെടണം. ഈ നാളുകളിൽ നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഉള്ളിൽ വേരുപാകപ്പെടണമെങ്കിൽ, വചനം നമ്മുടെ ഉള്ളിൽ അത് വിത്തായിട്ട് വീണ് അത് മുളച്ച് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വചനത്തിൻ്റെ ഒരഭിഷേകം നിറയണം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വചനത്തിന് ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയല്ല, മറിച്ച് ഈ വചനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു പ്രകാശം മാത്രമേ നമ്മൾക്കൊരു ഉൾക്കാഴ്ചയായിട്ട് മാറുള്ളൂ. പരിശുദ്ധാത്മാവിന് വെളിച്ചമില്ലാതെ വെറുതെ ഒരു വ്യക്തി വചനം കേട്ടാൽ എന്നാ സംഭവിക്കുന്നത്? ആ വ്യക്തിക്ക് സംഭവിക്കുന്ന പ്രശ്നം, ആ വ്യക്തിക്ക് വചനത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ല, വെറുതെ കേൾക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഉള്ളിലേക്ക് ഉൾക്കൊള്ളും. എനിക്ക് പരിചിതമായ ഒരു അനുഭവം മുമ്പുണ്ട്. അതായത് നന്നായിട്ട് പണിയൊക്കെ എടുക്കുമായിരുന്നൊരു ചേട്ടൻ, നന്നായിട്ട് അധ്വാനിക്കും, കഷ്ടപ്പെട്ട് അധ്വാനിക്കും. ആ വ്യക്തി ഒരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പോയപ്പോൾ ദൈവപരിപാലനയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അനന്ത കരുണയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ അച്ഛന്മാർ പറയും, അല്ലെങ്കിൽ അവിടെയുള്ള വചനപ്രഘോഷകർ പറയും. ഈ മനുഷ്യൻ ഈ ദൈവപരിപാലന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഴപ്പെട്ട് ചിന്തിച്ചു. അപ്പോൾ ഈ വചനം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഒരു കാര്യത്തിലും ഉത്കണ്ഠ വേണ്ട, ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല. അപ്പോൾ ഈ ചേട്ടൻ ചിന്തിച്ചു, ആഹാ, ദൈവം ഇങ്ങനെ പരിപാലിക്കുന്നതാണെങ്കിൽ പിന്നെ വല്ലതും ചെയ്യേണ്ട കാര്യമുണ്ടോ? പറമ്പിൽ കഷ്ടപ്പെട്ട് ഈ മണ്ണിനോട് മല്ലടിച്ച് അധ്വാനിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ തിരിച്ചു വന്നു കഴിഞ്ഞ് ഒരു പണിയും ചെയ്യല, ഒരു ജോലി എടുക്കുകയില്ല, ഒരു ജോലി എടുക്കാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, എടാ നീ എന്നെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നേ, ഇതെന്നാ പരിപാടി? ഇങ്ങനെയാ ബാക്കി നിൻ്റെ ഭാര്യ മക്കളെയൊക്കെ ആര് നോക്കും? കാര്യങ്ങൾ എങ്ങനെ നടക്കും? അങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കർത്താവ് എന്നാ പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത്? ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നുണ്ടോ, കൊയ്യുന്നുണ്ടോ, പക്ഷെ ദൈവം തീറ്റിപ്പോറ്റുന്നില്ലേ? അതുകൊണ്ട് വെറുതെ ഇരുന്നേച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഈ വചനം ഇങ്ങനെയുള്ള ചില ഗതികേടുകൾ വരുത്താം എന്ന് പറഞ്ഞാൽ, ആ വചനത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്താണ്? അദ്ദേഹം വലിയ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെണ്ട കൊട്ടി ജപ്തി വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇത് കേട്ട മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്കൊക്കെ വലിയ നാണക്കേടായി. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും, നമുക്ക് മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ ഇപ്രാവശ്യത്തെ ലോണങ്ങ് അടച്ചേക്കാം. അങ്ങനെ എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ആ ലോൺ അടച്ച് തീർത്തു. ആ മനുഷ്യൻ പറഞ്ഞു, കണ്ട, ഇതാ പറഞ്ഞേ, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല, ഇതൊക്കെ കർത്താവ് ക്രമപ്പെടുത്തിക്കോളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ച് നോക്കിയേ, ഇതാണ് ചില മനുഷ്യരുടെ ദയനീയമായ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇവിടെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ വചനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നിൻ്റെ ഉള്ളിൽ വേണം.
ഇന്നെന്താ സംഭവിക്കുക? ഈ വചനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയില്ലാതെ ഞാൻ ഈ പറഞ്ഞ ഈ സഹോദരൻ്റെ കണക്ക് ഈ വചനം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ വചനത്തെക്കുറിച്ചുള്ള ഒരാഴപ്പെട്ട ചിന്തയോ വചനത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനമോ ജീവിതത്തിൽ ഇല്ലാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ഈ വചനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ വ്യതിചലിപ്പിക്കുകയില്ല. വെറുതെ വചനം കേട്ടോണ്ടിരിക്കും. ഇന്ന് വചനം കേൾക്കുന്നതിൽ എവിടെയെങ്കിലും കുറവുണ്ടോ? യൂട്യൂബിലൂടെയും മറ്റ് ചാനലുകളുടെയൊക്കെ എത്രയോ പേരാണ് ഓരോ വചനപ്രഘോഷണത്തെ കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷേ വെറുതെ കുത്തിയിരുന്ന് കേൾക്കുന്നു, വെറുതെ എഴുന്നേറ്റ് പോകുന്നു. ലവലേശം ജീവിതത്തെ വചനം മാറ്റം വരുത്താൻ അനുവദിക്കാത്ത ഒരു വിഭാഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഉള്ളിനെ സ്വാധീനിക്കണം. വചനം നമ്മുടെ ഉള്ളിലേക്ക് ആഴപ്പെടണം. വചനം നമ്മുടെ ജീവിതത്തെ ഒരു പുതുജീവിതത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നയിക്കണം. ഇതില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഓരോ കാലയളവുകളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തുടങ്ങിയൊരു പ്രശ്നമെന്നൊന്നും അല്ല അച്ഛൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. മറിച്ച് ഈ പ്രശ്നം ഓരോ കാലയളവിലും ഉണ്ടായിരുന്നു. ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനഭാഗത്ത് ഈ പൗലോസ്ലീഹ തീക്ഷ്ണതയിൽ ജ്വലിച്ച് ഈ യഹൂദരോട് വചനം പങ്കുവയ്ക്കുക. പൗലോസ്ലീഹ വളരെ തീക്ഷ്ണതയോടെ വചനം പറയുന്നത് എല്ലാവരും കേട്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കാന്നറിയോ? 28-24 സങ്കടത്തോടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു, മറ്റ് ചിലർ അവിശ്വസിച്ചു. അവർ പരസ്പരം അഭിപ്രായ ഭിന്നതയോടെ പിരിഞ്ഞുപോയി. നോക്കണേ, ചിലർക്ക് ബോധ്യപ്പെട്ടു, ചിലർ അവിശ്വസിച്ചു. കാരണം എന്താണ്? ഉൾക്കാഴ്ചയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അനിവാര്യമായ ഒന്നാണ് ഈ വചനത്തിൻ്റെ ഹൃദയത്തിലുള്ള വേരുപാകപ്പെടലുകൾ. യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ പൗലോസ്ലീഹ ശക്തമായിട്ട് അവിടെ ഉദ്ബോധിപ്പിച്ചു. ജനത്തോട് എന്ന് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കിയില്ല. നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കിയില്ല. നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല. അവ കണ്ടോ, വചനം കേട്ടാൽ മാത്രം പോരാ, പിന്നെ ഗ്രഹിക്കണം. വചനം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ, ഇത് ഗ്രഹിക്കാൻ ആര് നമ്മളെ സഹായിക്കും? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം, ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ മാത്രമേ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ഈ ആത്മാവിനെ കൂട്ടുപിടിച്ച് ഈ വചനം ശ്രവിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രകാശത്തിൽ വചനം പുതിയ പുതിയ ഉൾക്കാഴ്ചയിലേക്ക് നമ്മളെ നയിക്കത്തുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു ഇരുട്ടുള്ള മുറിയിൽ കയറി ഏതെങ്കിലും ഒരു ചെറിയ സാധനം തപ്പി അത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അവിടെ പ്രകാശം ഇല്ല. നോക്ക്, അവിടെ എത്ര ചെറിയതായ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാലും പ്രകാശം അങ്ങോട്ട് കടന്നു വരുമ്പോൾ അവിടെ ഇവിടെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പോലും അത് കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള കാര്യം എന്താണ്? പ്രകാശം അത്രയ്ക്കുണ്ട്. ഈ ദൈവവചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിൽ നിവേശിതമായിട്ടാണ്. ഈ വചനം രൂപപ്പെട്ടത് ആത്മാവിൽ നിവേശിതമായിട്ടാണ്. എങ്കിൽ ഈ വചനത്തിന് ഉൾക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അനിവാര്യമായ ഒന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം. ഹല്ലേലൂയ. ഈ ആത്മാവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോൾ ഈ വചനത്തിലുള്ള ആഴപ്പെടൽ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകാശം, വചനം എൻ്റെ ഉള്ളിലേക്ക് നിറയുന്നതനുസരിച്ച് എന്നിൽ നിറയപ്പെടണം എന്ന് ആഗ്രഹിക്കണം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ഈ വചനത്തെ ശ്രവിക്കാൻ, ഈ വചനത്തെ ഉൾക്കൊള്ളാൻ, ഈ വചനത്തെ സ്വീകരിക്കാൻ, വചനത്തിൽ പ്രകാശിതരാകാൻ കർത്താവ് കരുണയോടെ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? ഈ വചനം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കൃപയിലേക്ക് നമ്മൾ വളരണം. ഈ വചനം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കൃപയിലേക്ക് നമ്മൾ വളരണം. ആ കൃപ നമുക്ക് ഓൾറെഡി ഉണ്ട്. അതാണ് കർത്താവ് ശിഷ്യന്മാരോട് ഓർമ്മിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 13:11 ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാ. അപ്പം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ആർക്കാ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നോക്കിക്കേ,
നമ്മൾ വെറുതെ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളിലൊന്നും ചിന്തിച്ച് ഈ വചനത്തെ ആഴപ്പെടാനായിട്ട് ശ്രമിച്ചേക്കരുത് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ പിതാവ് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പെലാജീനിസത്തെക്കുറിച്ച് ശക്തമായിട്ട് വിമർശിച്ച് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രശ്നമാണത്. എന്താണ് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തുക. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റുമോ? നീ ചിന്തിച്ചു നോക്ക്. വചനം ഇന്ന് എത്രയോ മനുഷ്യരുടെ ഉള്ളിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്നു. വചനം പ്രവേശിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. വചനം പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ ആകമാനം മാറ്റിമറിക്കുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. കാലങ്ങളായിട്ട് മദ്യപാനത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളെയും അടിമത്തത്തിൽ കിടക്കുന്ന മക്കൾ ആ പാപജീവിതത്തെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് ആരുടെ പ്രത്യേകത കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? വചനം പ്രസംഗിക്കുന്നവൻ്റെ കരുത്തോ അവൻ്റെ കഴിവോ കൊണ്ടാണോ? അല്ല, മറിച്ച് ദൈവവചനം അവനിൽ വേരുപാകപ്പെടുക. ഒരു കൃപ അവനിൽ ഓൾറെഡി ഉണ്ട്, ഒരഭിഷേകം അവനിൽ മുഴുവനായിട്ടുണ്ട്. അത് ഈ വചനം ഇങ്ങ് വിതയ്ക്കപ്പെടുമ്പോൾ അത് പൊട്ടിമുളയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു നല്ല മണ്ണ് അവിടെ തന്നെ ഉള്ളതാണ്. ഇനി ആവശ്യം അത് മുളച്ച് പൊന്താൻ മാത്രം നമ്മൾ ജീവിതത്തെ നനച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് കൂദാശകൾ, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ, അതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ചേർന്ന് നിൽപ്പ്. നോക്ക്, കർത്താവ് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരാൻ ഭാഗ്യം തന്നവരാണ് നമ്മൾ എന്നുകൂടെ ചിന്തിച്ചോണം. താൻ ആരാണ് എന്നൊരു ചോദ്യം മത്തായി സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട്. കേസറിയ ഫിലിപ്പിലൂടെ പോകുമ്പോഴാണ്. നമുക്കറിയാം, കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് കർത്താവിൻ്റെ ചോദ്യം, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? പിന്നീട് ചോദ്യം വ്യക്തിപരമായിട്ട് മാറുക, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇനി ചോദ്യം നമ്മളോടാ, ഞാൻ ആരെന്നാ നീ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അവിടെ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല, പിന്നെ സ്വർഗസ്നായ പിതാവാ നിനക്കിത് വെളിപ്പെടുത്തി തന്ന്. സ്വർഗസ്നായ പിതാവാ നിനക്കത് വെളിപ്പെടുത്തി തന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവ് ഇങ്ങനെ വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന, വചനത്തിൻ്റെ ആഴപ്പെടൽ സ്വർഗരാജ്യത്തിൻ്റെ വെളിച്ചത്തിൽ സാധ്യമാകുന്ന ഒന്നാ. വചനത്തെ നമ്മളിങ്ങനെ സ്വീകരിക്കണം. ഒരുപാട് ആഴത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി കർത്താവ് അനുവദിക്കും കേട്ടോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഓർത്തോണം കേട്ടോ. വെറുതെ ഈ വചനം നിങ്ങളിങ്ങനെ കേട്ട് പോകരുത്. ഒരു കാര്യമില്ല ഇതിനകത്ത്. എത്രയോ പേരാണ് ഇങ്ങനെ കേൾക്കുന്നത്. പക്ഷേ ഇതിനാഴത്തിലേക്ക് വരണം. ഞാൻ പറയുന്നത് എല്ലാവരും വചനം കേട്ടിട്ട് ഒരു ഫലവും പുറപ്പെടുവിക്കാതെ പോകുന്നവരാണെന്നൊന്നുമല്ല. മറിച്ച് അങ്ങനെയുള്ള ഒരുപാട് മക്കളിന്നുണ്ട്. മറ്റുള്ളവരോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുക. അശ്രദ്ധമായോ അലക്ഷ്യമായോ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഓർമ്മിപ്പിക്കുക. വചനം പുതിയ ഉൾക്കാഴ്ചയിലേക്ക് നയിക്കാൻ കാരണമാകുന്നില്ലെങ്കിൽ അത് നിഷ്ഫലമായിട്ട് പോവുക. വെറുതെ ഈ വഴിയരികിലും മുള്ളുകൾക്കിടയിലുമൊക്കെ വിതയ്ക്കപ്പെട്ടെന്ന് പറയുന്ന കണക്ക് വചനം അങ്ങനെ ഇല്ലാതായി പോവുക. അതുകൊണ്ട് വചനത്തിൻ്റെ ആഴം, വചനത്തിൻ്റെ ശക്തി നമ്മളിൽ അങ്ങ് നിറയണം. സ്നേഹത്തോടെ പറയാവോ ഹല്ലേലൂയ? ഉണർവോടെ പറയാവോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കാണ് ഈ കാലഘട്ടത്തിൽ മറ്റൊരു വശത്ത് ഈ വചനം ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഈ പുറകിരിക്കുന്ന കാരണവന്മാർ ഈ മക്കളെക്കുറിച്ചൊക്കെ പറയും, ഈ വചനങ്ങളെ കണ്ടില്ലേ, മുഴുവൻ വഴിതെറ്റിപ്പോവാണ്, മുഴുവൻ തെറ്റായ വഴികളിലൂടെയാണ്. മോളെ, നീ അങ്ങനാണോ? അല്ല, മറിച്ച് വചനത്തെ ഉള്ളിൽ സ്വീകരിക്കാൻ വേണ്ടി താല്പര്യത്തോടെ ഇരിക്കുകയാണ്. കണ്ടോ? അതാ വേണ്ടത്. എന്ത്? ഈ വചനത്തെ സ്വീകരിക്കാനായിട്ട് ഇന്ന് ഒരുപാട് മക്കളുണ്ടെന്നേ. നിങ്ങൾ ചിന്തിച്ചോണേ, കാരണവന്മാർ ചിന്തിച്ചോണം. അതായത് ഈ വചനത്തെ ഇങ്ങനെ കേട്ട് മാറ്റം വരുത്തുന്ന ഒത്തിരി മക്കളുണ്ട്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില ഇടർച്ചകളും ചില വഴിതെറ്റലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാമെന്ന്. പക്ഷെ എന്നിട്ട് ഈ കാലഘട്ടത്തിൽ ഈ വചനത്തെ ഇങ്ങനെ നെഞ്ചിലേറ്റ് വാങ്ങുന്ന എത്ര മക്കളുണ്ട്? പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടത്തിൽ എത്രയോ ഇടങ്ങളിൽ യുവജന സമ്മേളനങ്ങൾ നടത്തി. പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്, പ്രിയ യുവജനങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ എടുത്തു മാറ്റാനാകാത്ത വിധത്തിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന ഒന്നുണ്ട്. അതാണ് ആനന്ദം. ആനന്ദം എടുത്തു മാറ്റാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ആ ആനന്ദം എടുത്തു മാറ്റാൻ ഈ ലോകത്തിലെ ഒരു പ്രലോഭനത്തിന് സാധിക്കുകയില്ല. ശരിയല്ലടാ മോനെ? ആ ആനന്ദം
നിൻ്റെ ഉള്ളിലുണ്ട്. ആ ആനന്ദം നിന്നിൽ കത്തിജ്വലിക്കും. ഈ വചനത്തിൻ്റെ ഒരാഴപ്പെടൽ, ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അതാ. എന്ന് പറഞ്ഞാൽ വചനം എന്തിലേക്ക് നയിക്കപ്പെടണം? യഥാർത്ഥത്തിൽ വചനം നമ്മുടെ ജീവിതത്തെ ദൈവിക ആനന്ദത്തിലേക്ക് നയിക്കണം. വചനം ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതോ വേദനിപ്പിക്കുന്നതോ അല്ല, മറിച്ച് വചനം സൗഖ്യം നൽകുന്നതാ. ഈ വചനമാണ് സമസ്തവും സൃഷ്ടിച്ചത് അല്ലേ? ഈ വചനമാണ് സകലത്തെയും രൂപപ്പെടുത്തിയത് അല്ലേ? എങ്കിൽ ഈ വചനത്താൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച, ആ വചനത്തിൽ ആഴപ്പെടുന്ന, ആ വചനത്താൽ ശക്തിപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇനി വളരണം. ഇവിടെ ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വരുത്താനായിട്ട് ഞാൻ തയ്യാറാകണം. മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ, അല്പം കൂടെ ഒന്ന് കരുണ കാണിക്കാൻ, വചനത്തെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കാൻ, ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ വായിക്കുന്ന വചനം ഒന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്ന് വീടുകളിൽ വചനത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ടോ? ഞാൻ പറയും, നിങ്ങൾ ബാക്കി ലോകത്തിൻ്റെ സകല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും ഇല്ലേ? അമേരിക്കയിൽ ട്രംപിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ചയില്ലേ? ഇവിടെ നടക്കപ്പെടുന്ന ഇലക്ഷനും അതിൻ്റെ പരാജയവും വിജയവും തുടങ്ങി അയലോക്കത്തുള്ള കാര്യങ്ങൾ മുതൽ സകല കേസുകെട്ടുകളും ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമോ? ഉണ്ട്. എന്നാ ചർച്ച ചെയ്യലാത്തത് വചനം മാത്രമാണ്. ചോദിക്കട്ടെ, എത്ര വീടുകളിലുണ്ട് വചനം വായിച്ചു കഴിഞ്ഞ് വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ വചനത്തെക്കുറിച്ചൊന്ന് അവലോകനം ചെയ്യുന്നത്? ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇതില്ലാതെ വന്നാൽ എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കേ, ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഇന്നു മുതൽ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് വചനം വായിച്ചു കഴിഞ്ഞ് വെറുതെ കുരിശ് വരച്ച് എഴുന്നേറ്റ് പോകരുത് കേട്ടോ. പിന്നെയോ ഒരല്പസമയം ഇരുന്ന് ചിന്തിക്കണം. ആ വചനത്തിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ആ വീട്ടിലൊന്ന് ചർച്ച ചെയ്തേന്നേ. എന്ത് സുന്ദരവാദം! ബാക്കിയുള്ള എല്ലാ കാര്യവും നമ്മൾ ചർച്ചയ്ക്കില്ലേ? ഈ സോഷ്യൽ മീഡിയ വിളമ്പുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളിങ്ങനെ വീട്ടിൽ കീറി മുറിച്ച് ചർച്ച ചെയ്യുന്നില്ലേ? ഈ പത്രത്തിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ വരുന്ന സകല കേസുകെട്ടുകളും അതിൻ്റെ ഉള്ളതും അറിയാൻ മേലാത്തതുമായ സകല കാര്യങ്ങളെക്കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? എല്ലാ അഭിപ്രായവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഒരഭിപ്രായത്തിനും ഒരു കുറവില്ലല്ലോ. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാതെ പോകുന്നത്? വചനത്തെക്കുറിച്ച്. നോക്കിക്കേ, ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കണം. വീട്ടിൽ വചനം വായിച്ചു കഴിഞ്ഞ് വചനം ധ്യാനിക്കണം. വചനത്തെക്കുറിച്ചൊരു ഡിസ്കഷൻ വരട്ടെ. വചനം നമ്മളിൽ വേരുവാകപ്പെടട്ടെ. വചനം നമ്മളിൽ വളരട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ഞാൻ ഒരുപാട് നാളായി അങ്ങയുടെ വചനം കേൾക്കുന്നു. അങ്ങയുടെ വചനം ജീവദായകമാണ്, എന്നാൽ അത് എന്നിൽ പലപ്പോഴും ജീവൻ പ്രദാനം ചെയ്യുന്നില്ല. എൻ്റെ ഉള്ളിൽ വചനം കേട്ട് കഴിയുമ്പോഴും അതേ മരിച്ച അവസ്ഥയിലാണ് ഞാനെങ്കിൽ വചനം എന്നിൽ ജീവൻ നൽകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം, വെറുപ്പ്, ആസക്തി, അലസത, അസ്വസ്ഥത ഇവയാൽ ഞാൻ രോഗബാധിതമാകുമ്പോൾ കർത്താവെ, ഞാൻ തിരിച്ചറിയുകയാണ്, വചനം എന്നെ സുഖപ്പെടുത്തുന്നില്ല. എൻ്റെ ജീവിതം സൗഖ്യപ്പെടണം, എൻ്റെ ജീവിതം ശക്തിപ്പെടണം, എൻ്റെ ജീവിതം ആത്മാവിൽ പൂരിതമാകണം. എൻ്റെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഒരു ജ്വലനം വേണം. രണ്ട് കരങ്ങളും എല്ലാ ദൈവമക്കളൊന്ന് ഉയർത്തിക്കേ. വചനം ഹൃദയത്തിൽ വേരുപാകപ്പെടുത്ത മക്കളെ, വചനം ഉള്ളിൽ നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, വചനത്തിനൊരു ജ്വലനം സംഭവിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ, വചനത്തിൽ ആഴപ്പെടാൻ ഒരു പ്രകാശം നിറയട്ടെ. സ്നേഹമുള്ളവരെ, ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ ആഴപ്പെടാൻ മാത്രം ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഉണർത്തണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വചനം ശ്രവിക്കാൻ നൽകിയ കൃപയെ നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വേരുപാകപ്പെടാൻ അവിടുന്ന് ഞങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള കൃപയെ ജ്വലിപ്പിക്കാൻ അവിടുന്ന് അനുവദിക്കണമേ. ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മശക്തി ഞങ്ങളിലേക്ക് ഇപ്പോൾ ആവസിക്കട്ടെ. അതിന് തടസ്സമാകുന്ന രീതിയിൽ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകമോഹങ്ങളുടെ സകല ബന്ധനങ്ങളും, കർത്താവെ, പാപത്തിലേക്കുള്ള ഞങ്ങളുടെ ചായ്വുകളും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ദൈവിക ശക്തിയാൽ ഇപ്പോൾ തന്നെ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക ഹൃദയങ്ങൾ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്പർശിക്കപ്പെടട്ടെ. അനേക മനസ്സുകളിൽ ഇപ്പോൾ ഒരു തുറവി സംഭവിക്കട്ടെ. ലൗകിക മോഹ വ്യഗ്രതയിലായിരിക്കുന്ന അനേക ഹൃദയങ്ങൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ജീവിതത്തിൽ പലതരത്തിലുള്ള ബന്ധനങ്ങളിലായിരിക്കുന്ന അനേകം മക്കളുടെ കെട്ടുകൾ ഇപ്പോൾ പൊട്ടട്ടെ. അനേകരിലേക്ക് സൗഖ്യത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ. അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വേരുപാകാൻ കർത്താവ് അനുവദിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.